ഫൽഗു കെയർ ഓഫ് കുട്ടിമാമൻ അറ്റ് അയ്യമ്പിള്ളി. AK ജോഷി എഴുതിയ ബാലസാഹിത്യകൃതി. വൈകിട്ട് കുട്ടിമാമൻ്റെ ചായ്പിൽ ചങ്ങാതിമാരുടെ വലിയ കലപിലയായിരുന്നു. രാജൻ അയ്യമ്പിള്ളിയും പ്രകാശൻ ചാച്ചനും കരുണൻ അമ്മാഞ്ചേരിയും വേലായുധൻ മാഷും തബല സഹോദരന്മാരും ചിത്രകാരൻ ഈസിയും ഉലകനാഥൻ പോലീസും കുമാരൻ ചേട്ടനും ഒക്കെയുണ്ട്. രാജൻ അയ്യമ്പിള്ളി അപ്പോൾ ഫൽഗുവിനോട് ചോദിച്ചു, എടാ ഫൽഗു, നീ ഒരു ദിവസത്തെ സുൽത്താൻ എന്ന കഥ കേട്ടിട്ടുണ്ടോ? ഫൽഗു ഇല്ലെന്ന് തലയാട്ടി. രസികനായ ഒരു സുൽത്താൻ നേരം പോക്കിനായി ഒരു പരമദരിദ്രനെ ഉറക്കത്തിൽ അവനറിയാതെ എടുത്തുകൊണ്ടുപോയി കൊട്ടാരത്തിൽ കിടത്തുന്നു. പിറ്റേന്ന് കണ്ണു തുറക്കുമ്പോൾ അവൻ സുൽത്താനായിരിക്കുകയാണ്. പുള്ളി അന്ന് സുൽത്താനായി വിലസി. അന്നത്തെ രാത്രി കൊട്ടാരമെത്തയിലെ ഉറക്കത്തിനിടയിൽ വീണ്ടും അവനറിയാതെ അവൻ്റെ പഴയ കട്ടിലിൽ കൊണ്ടുപോയി കിടത്തുന്നു. പിറ്റേന്ന് കണ്ണു തുറക്കുമ്പോൾ അവൻ വീണ്ടും ദരിദ്രനായിരിക്കുകയാണ്. നാടകകൃത്ത് കഥ ചുരുക്കി പറഞ്ഞിട്ട് ചോദിച്ചു, ഒരു ദിവസത്തെ സുൽത്താനെ നീ കണ്ടിട്ടുണ്ടോ? എന്നിട്ട് കുട്ടിമാമനെ ചൂണ്ടിക്കാട്ടിയിട്ട് പറഞ്ഞു, ഇത് തന്നെ പുള്ളി. പിറ്റേന്ന് രാവിലെ 1 രൂപ ധനസഹായം കിട്ടാൻ വേണ്ടി വല്യമ്മാവൻ്റെ മുന്നിൽ തല ചൊറിഞ്ഞു നിൽക്കുന്ന കുട്ടിമാമനെ കണ്ടപ്പോൾ ഫൽഗു നാടകകൃത്ത് പറഞ്ഞ ഒരു ദിവസത്തെ സുൽത്താൻ്റെ കഥയോർത്തു. തെളിഞ്ഞ നീലാകാശത്തിൽ ചക്കിപ്പരുന്തുകൾ ചിറകനക്കാതെ വട്ടമിടുന്നു. തറവാട്ടിലെ ചേമ്പിൻ തടത്തിൽ തുഷാരം ഉരുണ്ടുകൂടിയ ഇലകളിലും ഇളം മഞ്ഞപ്പൂക്കളിലും നാട്ടുതുമ്പികളും ആകാശനീലിമയുള്ള ആമ്പൽത്തുമ്പികളും പാറിക്കളിക്കുന്നു. തെങ്ങിൻ തടത്തിനു ചുറ്റും മഴക്കാലത്ത് മുളച്ചു പൊന്തിയ മുത്തങ്ങാപ്പുല്ലുകളിൽ മാണിക്യ നിറമുള്ളൊരു സുന്ദരൻ തുമ്പി തുള്ളിക്കളിക്കുന്നു. കുളക്കരയിൽ മണ്ണാത്തിപ്പുള്ളുകളുടെയും പൂത്താങ്കീരികളുടെയും കലപിലമയം കേട്ടു ചെന്നു നോക്കുമ്പോൾ അമ്മാമ്മ നമ്പൂതിരി തമ്പുരാൻ്റെ സർപ്പം എന്ന് വിളിക്കുന്ന നീർക്കോലി രാജൻ കുളത്തിൽ നിന്ന് കരയ്ക്ക് കയറി മറ്റേതോ കുളം നോക്കി തിരക്കിട്ടു പോകുന്നു. അതിരിൽ പൂത്തു തഴച്ചു നിൽക്കുന്ന കൃഷ്ണകിരീടങ്ങളിൽ പൂമ്പാറ്റയെപ്പോലെ ഭംഗിയുള്ള ഓണത്തുമ്പികൾ വിലസുന്നു. വേലിക്കിലെ വെള്ളിലത്താളി കുളിച്ചു മിനുങ്ങി പച്ചയും വെള്ളയും ചുവപ്പും അണിഞ്ഞ് സുന്ദരിയായിരിക്കുന്നു. ഇലയാലും പൂവാലും കടുംപച്ചയും കടും ചുവപ്പുമായി ഇളം വെയിലിൽ ജ്വലിച്ചു നിൽക്കുന്ന ചെമ്പരത്തികളിൽ നിന്ന് ചുണ്ടുവളഞ്ഞ തേൻകിളികൾ വായുവിൽ പറന്നു നിന്ന് തേൻ കുടിക്കുന്നു. ഓലേഞ്ഞാലികളുടെ ഊഞ്ഞാലാട്ടവും ഉപ്പുപ്പെന്ന് ചെമ്പോത്തിൻ്റെ അശരീരി ശബ്ദവും. അന്ന് ഓണപ്പരീക്ഷകൾ അവസാനിക്കുന്ന ദിവസം കൂടി ആയതോടെ ഫൽഗുവിൻ്റെ മനസ്സിൽ ഓളം വെട്ടുന്ന ആനന്ദം പഠിച്ച പദ്യത്തിലെ ഈരടിയായി പുറത്തു ചാടി. വീണുകിടക്കും കുടിലെല്ലാം നൂണുകടന്ന് കയറി ഓണം. ഇന്നേക്ക് 4-ാം ദിവസം തിരുവോണമായി. അത്തം കറുത്താൽ ഓണം വെളുക്കുമെന്നുള്ള ചൊല്ല് ശരിയായാൽ മതിയായിരുന്നു. ഫൽഗു കെയർ ഓഫ് കുട്ടിമാമൻ അറ്റ് അയ്യമ്പിള്ളി. AK ജോഷി എഴുതിയ ബാലസാഹിത്യകൃതി. വായിച്ചത് പ്രീതി ജോസഫ്.